നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ പാലാ നഗരസഭയിൽ സ്വതന്ത്ര കൂട്ടായ്മയ്ക്ക് ഉജ്ജ്വല വിജയം. പാലാ നഗരസഭയിലെ 13, 14, 15 വാർഡുകളിൽ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയം നേടിയത്. ഇതിൽ 21 വയസ്സുള്ള ദിയ ബിനു ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നു. ദിയയുടെ പിതാവ് ബിനു പുളിക്കക്കണ്ടം, ബിനുവിൻ്റെ ജ്യേഷ്ഠൻ ബിജു പുളിക്കക്കണ്ടം എന്നിവരാണ് വിജയം നേടിയിരിക്കുന്നത്. സ്വതന്ത്രരായാണ് ഇവർ പാലാ നഗരസഭയിലെ 13, 14, 15 വാർഡിൽ മത്സരിച്ചത്. മുൻപ് രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ടായിരുന്ന ഇവർ ഇത്തവണ മത്സരിക്കുന്നതിനായി സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങിയായിരുന്നു. ഉജ്ജ്വല വിജയം നേടി തന്നെയാണ് ഇവർ നേടിയിരിക്കുന്നത്. 21 വയസ്സുള്ള ദിയ ബിനുവിനെയും ഇത്തവണ മത്സരരംഗത്ത് ഇറക്കിയിരുന്നു. പിതാവ് കഴിഞ്ഞ തവണ കൗൺസിലറായിരുന്ന അതേ വാർഡിൽ തന്നെയാണ് ഇത്തവണ മകളായ ദിയ ബിനുവും മത്സരിച്ച് വിജയിച്ചിരിക്കുന്നത്. ഏതായാലും പാലാ നഗരസഭയുടെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഉജ്ജ്വല വിജയം തന്നെയാണ് ഇവർ നേടിയിരിക്കുന്നത്. അവർ ഇപ്പോൾ ആഘോഷ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വികസനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവർ സമീപിച്ചത്. രാഷ്ട്രീയത്തിലുപരി വികസനം എന്നുള്ളതാണ് ഇവർ നമ്മളോട് മുൻപ് പങ്കുവച്ചത്. രാഷ്ട്രീയം എന്നത് അത് തെരഞ്ഞെടുപ്പ് സമയം വരെയാണ്. ഫലം വന്നതിന് ശേഷമാണ് അത് വികസന കാര്യങ്ങളിലേക്കാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. നാടിൻ്റെ വികസനം 13, 14, 15 വാർഡുകൾ ചേർന്ന് കിടക്കുന്ന ഒരു വാർഡാണ്. അങ്ങനെയെങ്കിൽ ഈ 3 വാർഡുകളിലും ചേർന്നുള്ള ഒരു വികസനം ഞങ്ങൾക്ക് മൂവർക്കും നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥികളെയൊക്കെ പിന്നിലാക്കിക്കൊണ്ടാണ് ഇവർ ഉജ്ജ്വലമായ വിജയം നേടിയിരിക്കുന്നത്. ബിനു പുളിക്കക്കണ്ടം ഫാമിലി പണ്ടുകാലത്ത് കേരള കോൺഗ്രസ് മാണി രാഷ്ട്രീയത്തിൽ നിന്നും വളർന്നു വന്ന ആളുകളാണ്, സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങളാണ് ഇപ്പോൾ ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നത്. യാതൊരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ഉജ്ജ്വല വിജയം നേടിയിരിക്കുന്നു. നിലവിൽ ബിനു പുളിക്കക്കണ്ടം നഗരസഭയുടെ കൗൺസിലറാണ്. ഒരു കാലത്ത് UDFിനൊപ്പവും NDAയ്ക്കൊപ്പവും പിന്നീട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ഒപ്പമൊക്കെ നിന്നിരുന്ന ബിനുവും ജ്യേഷ്ഠനും മകളും ഇപ്പോൾ ഉജ്ജ്വല വിജയം നേടിയിരിക്കുകയാണ്. അപ്പോൾ ഈ 3 പേരുടെയും നഗരസഭയിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ആനുകൂല്യങ്ങൾ ഒരേ രീതിയിൽ വിനിയോഗിച്ചാൽ വിപ്ലവകരമായ ഒരു വികസനം അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളെ ഇതിൽ പ്രേരിപ്പിച്ചത്. പക്ഷേ ഈയിടെയായിട്ട് നമുക്കിപ്പം മേയറാണേലും കുറച്ച് പേര് മുന്നോട്ട് വരുന്ന ഇപ്പോൾ വളരെ ഒരു നല്ലൊരു മാറ്റം വരുന്നുണ്ട്. അപ്പം അതും ഒരു മോട്ടിവേഷൻ അല്ലേ. കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു? കൂട്ടുകാരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെയൊക്കെ തന്നെ. ശരിക്കും ഈ അച്ഛൻ്റെ അനിയൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ കണ്ടു വളർന്ന ആളാണല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് രണ്ടുപേരും? ആരാണ് മികച്ചതായിട്ടൊക്കെ നിൽക്കുന്നത് ഈ മേഖലയിൽ? എൻ്റെ അച്ഛനും വെല്ലിച്ചനും മാത്രമല്ല, അച്ഛൻ തൊട്ട് രാഷ്ട്രീയത്തിലാണ്. കുടുംബത്തിൽ ഒത്തിരി രാഷ്ട്രീയം. ഇവരെല്ലാവരും ഒരേ വാല്യൂസും എനിക്ക് ഒത്തിരി പകർന്നു തന്നിട്ടുണ്ടാണ്. ഇവരെല്ലാവരും ഞാൻ നോക്കിക്കാണുന്നത് വളരെ ഒരു ബഹുമാനത്തോടെയാണ്. അവരൊക്കെ പറയുന്നൊരു ഇതിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കുടുംബത്തിൽ നിന്ന് ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും. ഉറപ്പായിട്ടും. ഇപ്പോൾ എൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബിനു വാർഡിനായി ചെയ്യുന്ന കാര്യങ്ങൾ അത് ആർക്കും അതിനെ കുറച്ച് കാണാനാവത്തില്ല. വാർഡുകൾ ഏതാണേലും ബിനുവിൻ്റെ പ്രവർത്തന മികവ് ജനം അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുതന്നെയാണ് ബിനു ജയിച്ച ഓരോ വാർഡിലെയും അതിൻ്റെ വോട്ടിംഗ് നിലവാരം പരിശോധിച്ചാൽ വളരെ ഉയർന്ന ഭൂരിപക്ഷത്തിനാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ വിജയിച്ചിരിക്കുന്നത് ആകെ പോൾ ചെയ്തതിൻ്റെ 91%. കാരണം എതിരാളികൾക്ക് കെട്ടിവെച്ച പണം പോലും കിട്ടാത്ത രീതിയിലാണ് ബിനുവിൻ്റെ വിജയങ്ങൾ ഓരോന്നും.